കണ്ണപുരം സ്ഫോടന കേസിലെ മുഖ്യപ്രതി അനൂപ് മാലിക് പോലീസ് പിടിയിൽ. കാഞ്ഞങ്ങാട് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. കർണാടകയിലേക്ക് രക്ഷപ്പെടാനായിരുന്നു നീക്കം. സ്ഫോടന വിവരം അറിഞ്ഞതു മുതൽ അനൂപ് മാലിക്കിനായി സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. മനോജ് മൈലിൽ ചേർന്നു വിശദാംശങ്ങളുമായി. മനോജ്, കണ്ണപുര കീഴറ ഗ്രാമത്തെ ആകെ നടുക്കിയ സ്ഫോടന കേസിലെ മുഖ്യപ്രതിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, കണ്ണപുരം കീഴറയിൽ ഒരാൾ കൊല്ലപ്പെടാനിടയായ സ്ഫോടനത്തിൽ മുഖ്യപ്രതിയായ അനൂപ് മാലിക് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയാണ് ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് അനൂപ് മാലിക് കാഞ്ഞങ്ങാട് പോലീസിന് മുമ്പാകെ ഈ കീഴടങ്ങാനായി എത്തിയത്. കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്ന രാജൻ എന്നയാളെ ഈ അനൂപ് മാലിക് വിളിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ പോലീസ് പ്രതിയെ പിടികൂടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻരാജിന്റെ നേതൃത്വത്തിൽ സ്ഫോടനം നടന്ന് ആ വിവരം ലഭിച്ചതു മുതൽ പ്രതിക്കായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇന്നലെ വൈകിട്ട് വരെ കണ്ണൂരിൽ തന്നെ അനൂപ് മാലിക് ഉണ്ടായിരുന്നു എന്ന വിവരവും ഇതിനിടയിൽ പോലീസിന് ലഭിച്ചു. ചെറുകുന്നിലെ ജിമ്മിൽ ഈ അനൂപ് മാലിക് ഇന്നലെ സന്ധ്യയ്ക്ക് വരെ ഉണ്ടായിരുന്നു എന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. ഈ സ്ഫോടനം നടന്ന ഉടൻ തന്നെ ഈ വിവരം അനൂപ് മാലിക് അറിഞ്ഞിട്ടുണ്ട് എന്നും പോലീസ് മനസ്സിലാക്കി. കണ്ണൂർ വിട്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർണാടകയിലേക്ക് കടന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുക, അവിടെ ഒളിവിൽ കഴിഞ്ഞ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുക, ഇതായിരുന്നു ഈ പ്രതിയുടെ ലക്ഷ്യം. ഈ മുൻ കേസുകളിലെല്ലാം ഒളിവിൽ കഴിഞ്ഞ് മുൻകൂർ ജാമ്യം നേടുന്ന ഒരു രീതിയായിരുന്നു അനൂപ് മാലിക്കിന് ഉണ്ടായിരുന്നത്. അതേ തന്ത്രം തന്നെ പ്രയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ മുങ്ങിയത്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം ഈ പദ്ധതികളെല്ലാം തന്നെ പൊളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു തരത്തിലും അതിർത്തി വിടാൻ അനൂപ് മാലിക്കിന് കഴിയാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒരു തരത്തിലും ഈ പ്രതി രക്ഷപ്പെടാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണറും നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തലത്തിലുമുള്ള അന്വേഷണം നടന്നു. കാസർഗോഡ് ഉൾപ്പെടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ അതിശക്തമായ നിരീക്ഷണം നടന്നു. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പോലീസിൻ്റെ സാന്നിധ്യമുണ്ടായി, ബസ് സ്റ്റാൻഡുകളിൽ സാന്നിധ്യമുണ്ടായി, സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പ്രതി കീഴടങ്ങാൻ തയ്യാറായത്. അത് ഈ കാര്യം രാജൻ എന്ന് പറയുന്ന ആളെ ഈ അനൂപ് മാലിക് അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. തനിക്ക് രക്ഷയില്ല എന്ന് ബോധ്യമായ ഒരു സാഹചര്യം ഈ രാജനോട് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അങ്ങനെയാണ് ഈ പ്രതി കീഴടങ്ങിയത്. എന്തായാലും കണ്ണപുരം ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പേത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിക്കായി വ്യാപക അന്വേഷണമാണ് നടത്തി വന്നിരുന്നത്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനു വേണ്ടി കാഞ്ഞങ്ങാടേക്ക് ഈ കണ്ണപുരം പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയെ രാത്രിയോടെ കണ്ണപുരത്തേക്ക് എത്തിക്കും. അതിനുശേഷം ചോദ്യം ചെയ്യും. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ഉണ്ടാകാനാണ് സാധ്യത. അതിനുശേഷം നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതിയെ ഹാജരാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് വലിയ നേട്ടമായിട്ടുണ്ട്. അതായത് ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഈ പോലീസ് അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നാടാകെ ഒരു തരിച്ചുപോയ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ആ കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്ന ഒരു കർശനമായ നിർദ്ദേശം പോലീസിന് സിറ്റി പോലീസ് കമ്മീഷണർ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം രൂപീകരിച്ചുകൊണ്ടുള്ള പോലീസ് ജാഗ്രത കാട്ടിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടായി. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി, വളപട്ടണം ഇൻസ്പെക്ടർ പി വിജേഷ് തുടങ്ങി സമീപ പ്രദേശങ്ങളിലെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർമാരെ അടക്കം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഴുതടച്ച ഒരു അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അനൂപ് മാലിക്കിനെ പിടികൂടിയതോടെ ഈ സ്ഫോടനത്തിലെ ദുരൂഹതയും നീങ്ങിക്കിട്ടും എന്നതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ സ്ഫോടനത്തിൽ അനൂപ് മാലിക്കിൻ്റെ ഭാര്യ സഹോദരൻ മുഹമ്മദ് ആഷാമാണ് കൊല്ലപ്പെട്ടത്. ഇതും അനൂപ് മാലിക്കിനെ ഏറെ തളർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുകൂടി ഈ നേരത്തെ ഈ പരിചയക്കാരനായ ഈ രാജൻ എന്നയാളോട് അനൂപ് മാലിക് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അനൂപ് മാലിക്കിനെ പിടികൂടാൻ കഴിഞ്ഞതോടുകൂടി ഈ സ്ഫോടനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്തുവരും. എവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഇങ്ങനെ ശേഖരിക്കുന്നത്, എന്താവശ്യത്തിനാണ് ഇത് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും. അതോടൊപ്പം തന്നെ ഏറ്റവും ഉത്തരം കിട്ടേണ്ട
മറ്റൊരു കാര്യം, ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും പരിക്കേറ്റ് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ഈ കാര്യങ്ങൾ കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം ഈ അനൂപ് മാലിക്കിനെ പിടികൂടി ചോദ്യം ചെയ്യുന്നതിലോടുകൂടി അതിലൊക്കെ വ്യക്തത വരും എന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് വലിയ ആശ്വാസമായിരിക്കുകയാണ്. ഷിനിത്ത്.